സുഹൃത്തുക്കളെ അമേരിക്കയിൽ ആൾക്കൂട്ടത്തിലേക്ക് കാറിടിച്ച് കയറ്റി 10 പേരെ കൊന്നു, 30 പേരെ പരിക്കേൽപ്പിച്ചു. അപ്പം അതുമായി ബന്ധപ്പെട്ട് ഞാനിങ്ങനെ നെറ്റിൽ സെർച്ച് ചെയ്യുമ്പോൾ റോയിട്ടേഴ്സിൻ്റെ ഒരു ആർട്ടിക്കിൾ കണ്ടു. ഇപ്പോൾ റോയിട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്തായാലും ജിഹാദി പത്രമൊന്നുമല്ല, എല്ലാവർക്കും റോയിട്ടേഴ്സ് എന്താണെന്ന് അറിയാം. എന്തുകൊണ്ടാണ് ഇതൊക്കെ പറയേണ്ടി വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ സംഖ്യകൾ പറഞ്ഞാൽ കുഴപ്പമില്ല, നാസ്തിക മോർച്ചക്കാർ, അപ്പോൾ ഇവർ സ്വതന്ത്ര ചിന്തകർ, ഇവരെ ഇവിടെയും ചായാതെ ചെരിയാതെ എന്നൊക്കെ പറയും. എൻ്റെ നാട്ടിലൊരാളുണ്ട്, അപ്പോൾ അയാൾ ആദ്യം പറയുക, ഞാൻ ആരെയും കുറ്റമൊന്നും പറയാറില്ല, അതൊക്കെ വളരെ മോശമാണ് പറഞ്ഞിട്ട് പിന്നെ ആൾ തുടങ്ങുന്ന ആൾക്കാരെ കുറ്റമാണ്. അതേപോലെ ഇവർ ചായാതെ ചെരിയാതെ എന്നൊക്കെ പറഞ്ഞിട്ട് ക്യാൻസലേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഡയറക്റ്റ് സംഘിസം, അമേരിക്കയുടെയും ഈ യൂറോപ്യൻ അവരുടെയൊക്കെ പ്രൊപ്പഗാണ്ടകൾ പടർത്തുകയാണ് ഇവർ ചെയ്യുന്നത്. അറിഞ്ഞുകൊണ്ട് തന്നെ ഇപ്പോൾ ഇവർക്ക് തെളിവുകൾ കൊടുത്താൽ ഇവർ അംഗീകരിക്കില്ല. അതാണ് ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം. നമുക്ക് ന്യൂസ് ആർട്ടിക്കിളിലേക്ക് പോകാം. അപ്പം ഞാൻ ഇംഗ്ലീഷിലൊക്കെ വീക്കാണ്, എന്തെങ്കിലും തെറ്റ് പറയുന്നുണ്ടെങ്കിൽ എന്നെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ തിരുത്താം. വെഹിക്കിൾ അറ്റാക്സ് ഓൺ പെഡസ്ട്രിയൻസ് ഇൻക്രീസിംഗ്ലി കോമൺ അറൗണ്ട് ദി വേൾഡ്. അതായത് കാൽനട യാത്രക്കാർക്കെതിരെയുള്ള ആക്രമണങ്ങൾ, അതായത് വാഹനം ഇടിച്ചു കയറ്റുന്നത് പോലെയുള്ള ആക്രമണങ്ങൾ സാധാരണമാകുന്നു എന്നാണ് പറയുന്നത്. ജനുവരി 2016 ഫ്രാൻസിലാണ് ഈ സംഭവങ്ങൾക്ക് തുടക്കമെന്നാണ് പറയുന്നത്. ബാസ്റ്റിലെ ഡേ സെലിബ്രേഷൻസിൽ ജനക്കൂട്ടത്തിന് നേരെ ട്രക്കടിച്ച് കയറ്റി. അന്ന് മുതൽ ഈ വകയുള്ള ആക്രമണങ്ങൾ സാധാരണയായിട്ട് മാറി എന്നാണ് ഇതിൽ കാണാൻ കഴിയുന്നത്. ഇത് ഈ 10 പേരെ അമേരിക്കയിൽ കൊല്ലപ്പെട്ട ഇന്ന് നടന്ന സംഭവത്തെ പറ്റി പറയുന്നു. ഇത് റിവേഴ്സ് ക്രോണോളജിക്കൽ ഓർഡറിലാണ് പറയുന്നത്. മാഡ്ബാഗ് ജർമ്മനി, അത് നമ്മളെല്ലാവരും ചർച്ച ചെയ്താണ്. പിന്നെ സുഹായ് ചൈന, എ ഡ്രൈവർ ഇൻ നവംബർ റാംഡ് ഹിസ് കാർ ഇൻ ടു ക്രൗഡ് അറ്റ് എ സ്പോർട്സ് സെൻറ്റർ ഇൻ സൗത്തേൺ ചൈനീസ് സിറ്റി ഓഫ് സുഹായ്, കിൽഡ് 35 പീപ്പിൾ. ചൈനയിൽ ഇങ്ങനെ തന്നെ കാർ ഓടിച്ച് കയറ്റിയിട്ട് 35 പേരെ കൊന്നു, 43 പേർക്ക് പരിക്ക് പറ്റി. 66 വയസ്സുള്ള ഒരു ഫാൻ എന്നുള്ള ആളാണ് ഇത് ചെയ്തത്. വോക്കഷ, വിസ്കോൺസിൻ. ഇത് 2022 6 പേരെ കൊന്നു, കുറച്ച് പേർക്ക് പരിക്കേറ്റു. ഇത് ക്രിസ്മസ് പരേഡിലേക്കാണ് വണ്ടി ഇടിച്ച് കയറ്റിയത്. ഡാരൽ ബ്രൂക്സ്, അപ്പോൾ ഡാരൽ ബ്രൂക്സ് എന്തായാലും മുസ്ലിം അല്ല. ഈ രവിചന്ദ്രൻ പറയുന്നത് ഇനി ആൾക്കൂട്ടത്തിലേക്കല്ല, ക്രിസ്മസ് മാർക്കറ്റിലേക്ക് എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ ചെയ്യാം. പക്ഷെ ഇവിടെ ഡാരൽ ബ്രൂക്സ് ഈ ക്രിസ്മസ് പരേഡിലേക്കാണ് ഈ ചങ്ങാതി വണ്ടി ഇടിച്ച് കയറ്റിയത്. 6 പേരെ കൊന്നു. ലണ്ടൻ ഒണ്ടാറിയോ, സെൽഫ് കൺസേർഡ് കനേഡിയൻ വൈറ്റ് നാഷണലിസ്റ്റ്, അവിടുത്തെ സംഘി, കനേഡിയൻ സംഘിയാണ് റാൻ ഓവർ ആൻഡ് കിൽഡ് 4 മെമ്പേഴ്സ് ഓഫ് മുസ്ലിം ഫാമിലി. 4 മുസ്ലിം കുടുംബത്തിലെ 4 പേരെയാണ് ഈ സംഘി, കനേഡിയൻ സംഘി ലണ്ടനിൽ കൊന്നത്. ടൊറന്റോ, എ മാൻ പ്ലൗഡ് എ റെന്റഡ് വാൻ ഇൻ ടു ഡസൻസ് ഓഫ് പീപ്പിൾ ഇൻ ഡൗൺ ടൊറന്റോ, കില്ലിംഗ് 11 പീപ്പിൾ. ഇവിടെ 11 പേരെ കൊന്നു. അലക് മിനാഷ്യൻ, ഇയാളുടെ പേര് അലക് മിനാഷ്യൻ എന്നാണ്. പിന്നെ ന്യൂയോർക്കിൽ 34 വയസ്സുള്ള ഉസ്ബെക്ക് നാഷണൽ, എന്തായാലും ഉസ്ബെക്ക് നാഷണൽ മുസ്ലിം ആയിരിക്കും, ഇൻക്ലൂഡിങ് ബെൽജിയൻ വുമൺ, 8 പീപ്പിൾ, 8 പേരെ കൊന്നു, 11 പേരെ പരിക്കേൽപ്പിച്ചു. ഒരു ബെൽജിയൻ സ്ത്രീക്ക് കാലുകൾ നഷ്ടപ്പെട്ടു. ഇത് ഇസ്ലാമിക് സ്റ്റേറ്റിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നടന്നിരുന്ന ഒരു ചങ്ങാതിയാണ്. അപ്പോൾ ഇത് മുസ്ലിം ചെയ്തതാണ്. പക്ഷേ ഇത് മാത്രമേ നമുക്ക് വാർത്തയായിട്ട് കിട്ടിയിട്ടുള്ളൂ, മറ്റുള്ളതൊന്നും വാർത്തയായിട്ട് കിട്ടിയിട്ടില്ല. അതാണ് ഇവിടുത്തെ പ്രശ്നം. ബാർസലോണ, a 22-year-old man rammed in a car into crowds in Barcelona in last popular tourist spot, killing 13. Yunus Yaqub fled the scene and foot before later stabbing a man to death. A boy was shot by police. Okay, ഇത് മുസ്ലിമാണ്. ബാർസലോണയിൽ നടന്നത് 2017. ന്യൂയോർക്ക്, US Navy veteran rammed his car into pedestrians Manhattan's crowd Times Square, killing woman and injuring 22 people. പിന്നെ ലണ്ടൻ 2017, sped across Westminster moving pedestrian just outside the parliament, killing 4 people. The driver, ഇതും ഇസ്ലാമിൻ്റെ പേരിലാണ് കിട്ടുന്നത്. അനി സംബ്ര, ഇതും ഒരു അസിലം സ്പീക്കർ. ഹൈജാക്ട് കിൽഡ് ദ ഡ്രൈവർ, ബെർലി, കില്ലിംഗ് 11 പീപ്പിൾ. ഇതും ക്രിസ്മസ് മാർക്കറ്റിലേക്ക് വണ്ടി ഇടിച്ച് കയറ്റിയതാണ്. അപ്പോൾ ഈ വണ്ടി ഇടിച്ച് കയറ്റുന്ന ആളുകൾ തീവ്രവാദികളാണ് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അത് മുസ്ലിം തീവ്രവാദികൾ മാത്രമല്ല, വേറെ പല തീവ്രവാദികളോട് ഞാനിങ്ങനെ NDTV ഇങ്ങനെ വാർത്തകൾ ഇങ്ങനെ വായിച്ചിട്ട് അവസാനം അതിൽ മുസ്ലിം അല്ലാത്ത ആൾ ചെയ്തു, എന്തിനാണെങ്കിൽ അയാൾക്ക് ഭ്രാന്താണെന്നില്ല, അതിലിങ്ങനെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഭ്രാന്ത് എന്നുള്ളൊരു ഓപ്ഷൻ മുസ്ലിമിന് ഇല്ല. അവൻ ചെയ്യുമ്പോൾ മത തീവ്രവാദം, മറ്റുള്ളവർക്ക് ഈ ഭ്രാന്ത് എന്നുള്ള ഭ്രാന്തായിരിക്കും. എന്തിനിങ്ങനെ ചെയ്യണമെന്നുള്ളൊരു കൺസെഷൻ അവർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ വൈറ്റ് നാഷണലിസ്റ്റ് ഇത് കാറിടിച്ച് കയറ്റി തന്നെ കണക്കാണ് പറഞ്ഞത്. പിന്നെ ഈ ഗൺ അറ്റാക്ക്, മറ്റുള്ള അറ്റാക്കൊക്കെ വേറെ ഒരുപാടുണ്ട്. എല്ലാ തീവ്രവാദികളും അങ്ങനെ ചെയ്യാറുണ്ട്. അതിപ്പോൾ സംഖ്യയായാലും ഈ നാഷണലിസ്റ്റ് ഓവറായിട്ട് ഞങ്ങൾ മാത്രമാണ് അങ്ങനെയുണ്ടല്ലോ. അപ്പോൾ ഇത് എല്ലാത്തിലും പ്രശ്നം എന്താണ്, ഇങ്ങനെ വെറുതെ നമ്മളെ യാതൊരു വിധത്തിലും ദ്രോഹിക്കാത്ത, നമ്മളെ ഒരിക്കലും കാണാത്ത
ആളുകൾക്ക് നേരെ ആക്രമിക്കും. ഇതൊരു തരം ഗുരുതരമായൊരു രോഗമാണ്. ഇത് ഗോത്രീയതയുടെ ഒരു പ്രശ്നമാണ്. അവൻ, നമ്മൾ എന്നൊക്കെയുള്ള ഇത് രവീന്ദ്രനും പറയുന്നത് അവൻ നമ്മൾ എന്ന് രവീന്ദ്രൻ പറയാറുണ്ട്. പക്ഷെ രവീന്ദ്രനും ഈ സംഗതികളൊക്കെ മുസ്ലിങ്ങൾ മാത്രമേ തെറ്റ് ചെയ്യൂ അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ ദൈവം എന്നുള്ള അന്ധവിശ്വാസത്തിൽ അല്ലെങ്കിൽ ഈ ദേശീയത എന്നുള്ള ഗോത്രീയത, അപ്പോൾ ഇതിലൊക്കെ നമുക്ക് കുറച്ചും കൂടി ഒന്ന് അത്യാവശ്യം ഡോസൊക്കെ കൂട്ടിയിട്ട് അടിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും അങ്ങനെ അനലൈസ് ചെയ്യാനുള്ള ബുദ്ധിയോ വിവരമോ വിദ്യാഭ്യാസം ഉണ്ടായിക്കൊള്ളുന്നില്ല. മാത്രമല്ല ചിലർക്കൊക്കെ ജീവിതം മടുത്തിട്ടുണ്ടാകാം, പല പ്രതിഷേധങ്ങളുണ്ടാകും, പല ടൈപ്പ് വികാര ജീവികൾ ഈ ലോകത്ത് നടക്കുന്നുണ്ട്. അപ്പോൾ അവരെ പെട്ടെന്ന് ഇങ്ങനെ സ്വാധീനിക്കാൻ പറ്റുമായിരിക്കും, ഇങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുമായിരിക്കും. അപ്പോൾ അവരിങ്ങനെയുള്ള ക്രൂരകൃത്യങ്ങളൊക്കെ ചെയ്യും. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള ഈ നാഷണലിസ്റ്റുകളെ, രവീന്ദ്രൻ സംഘികളെ പോലെ നാഷണലിസ്റ്റുകളെ പാലൂട്ടി വളർത്തുന്ന തീർച്ചയായിട്ടും അവനവൻ്റെ നാടിനെയും നാട്ടുകാരെയും ഒക്കെ സ്നേഹിക്കണം, അവർ തമ്മിൽ ഒത്തൊരുമിച്ച് ജീവിക്കണം. അതൊക്കെയാണ് നാഷണലിസം എന്ന് പറയുന്നത്. ആരായാലും, ഇപ്പോൾ അമേരിക്കക്കാരായാലും അമേരിക്കക്കാർ പുറത്തു പോയി ഇസ്ലാമിനെയും മുസ്ലിങ്ങളൊക്കെ അവരെല്ലാവരും ആക്രമിക്കാറുണ്ട്. അത് വേറെ കാര്യം. അത് അവരുടെ സാമ്രാജ്യത്വ മോഹങ്ങളൊക്കെയാണ് അല്ലെങ്കിൽ താല്പര്യങ്ങളൊക്കെയാണ് അതിൻ്റെ. പക്ഷെ അവർ ഈയിടയ്ക്ക് ഇസ്ലാമിനെ ശത്രുപക്ഷത്ത് വെച്ചിട്ട് ഇങ്ങനെ അറ്റാക്ക് ചെയ്യുമ്പോഴേക്ക് അവർ അമേരിക്കയിൽ അങ്ങനെ ഒരു സംഭവം മുസ്ലിങ്ങളോട് മറ്റുള്ളവർ കാണിക്കാൻ പാടില്ല എന്നുള്ള രീതിയിൽ അവർ കരുക്കൾ നീക്കാറുണ്ട്. കാരണം അത് അമേരിക്കക്ക് പ്രശ്നമാണ്. ഒരു രാജ്യത്തിൻ്റെ അകത്ത് ആ രാജ്യത്തോട് അതൃപ്തിയുള്ള ആളുകൾ, ആ രാജ്യത്തെ ഇഷ്ടമില്ലാത്ത ആളുകൾ ഉണ്ടാകുന്നത് മുതലെടുക്കുന്ന ഒരു രാജ്യമാണ് അമേരിക്ക. അപ്പോൾ അങ്ങനെ മറ്റുള്ളവർക്ക് മുതലെടുക്കാതിരിക്കാൻ തങ്ങളുടെ രാജ്യത്തിനകത്തുള്ള പ്രശ്നങ്ങളൊക്കെ അമേരിക്ക സോൾവ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അത് ഇന്ത്യക്കാർക്ക് സംഖ്യകൾക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല, അത് വേറെ കാര്യം. അപ്പോൾ ഞാനിങ്ങനെ ഇസ്രായേലിൻ്റെ ഇന്നത്തെ ടൈംസ് ഓഫ് ഇസ്രായേൽ ഇങ്ങനെ ഒരു ലേഖനം ഇങ്ങനെ വായിച്ചപ്പോൾ അപ്പോൾ അവരും പറയുന്നത്, ഇപ്പോൾ സദ്ദാമിനെ ഈ ഇസ്രായേലുമായിട്ടുള്ള യുദ്ധത്തിൽ ഏറ്റവും കൂടുതൽ സൈനികരെ ഇറക്കിയത് സദ്ദാമാണെന്ന്. അപ്പോൾ സദ്ദാമിനെ എങ്ങനെ ഒതുക്കാം? അപ്പോൾ അവിടെ സദ്ദാമിനെ ഇഷ്ടമില്ലാത്ത ആളുകൾ, കുർദുകൾ, ഷിയാക്കൾ, അപ്പോൾ ഇവരൊക്കെ വെച്ചിട്ട് സദ്ദാമിനെ എങ്ങനെ താഴെ ഇറക്കാം? ഇപ്പോൾ അമേരിക്ക ഇറാഖിൽ അധിനിവേശം നടത്തുമ്പോഴും ഷിയാക്കളൊക്കെ കൂട്ടുപിടിച്ചിട്ടാണ് സദ്ദാമിനെ അമേരിക്ക താഴെ ഇറക്കും. അതേപോലെ ഇപ്പോൾ ഇറാനിലാണെങ്കിൽ സുന്നികൾ, അപ്പോൾ അവിടുത്തെ ഈ ഭരണകൂടത്തിൻ്റെ നമ്മൾ ചില പ്രത്യേക വിഭാഗക്കാർക്ക് മാത്രം പരിഗണനയും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ BJP-യിൽ കേന്ദ്രമന്ത്രിസഭയിൽ ഒരൊറ്റ മുസ്ലിം പോലും ഇല്ല. എനിക്ക് തോന്നുന്നു പാകിസ്ഥാനിലും ബംഗ്ലാദേശിലൊക്കെ ആ മുസ്ലിം മന്ത്രിമാരുണ്ട് നടത്തുന്നു. അപ്പോൾ ഈ കോൺഗ്രസ് അല്ലെങ്കിൽ മറ്റുള്ള പാർട്ടികൾ ഭരിക്കുമ്പോൾ മറ്റു 2 വർഗീയ രാജ്യങ്ങളെക്കാളും ഇതിന് മെച്ചമായിരുന്നു. ആ 2 വർഗീയ രാജ്യങ്ങളെക്കാളും ഒരുപാട് താഴെ പോയി ഇന്ത്യ. അപ്പോൾ അങ്ങനെ മറ്റുള്ളവരെ അസ്വസ്ഥരാക്കുന്ന, മറ്റുള്ളവരുടെ മേൽ കുതിര കയറുന്ന, അല്ലെങ്കിൽ തങ്ങൾ അവഗണിക്കപ്പെടുന്നു അല്ലെങ്കിൽ തങ്ങൾ പുഷിക്കപ്പെടുന്നു എന്നൊരു ജനവിഭാഗത്തിന് തോന്നിപ്പിക്കുന്ന തരത്തിൽ പെരുമാറുന്നതൊക്കെ തീർച്ചയായിട്ടും മണ്ടത്തരമാണ്, ബുദ്ധിമോശത്തരമാണ്. ഒരു കാര്യം ഉറപ്പായി, ഈ ആൾക്കാരെ വണ്ടിയിടിച്ച് കൊല്ലുന്ന, തീവ്രവാദ ആക്രമണങ്ങൾ നടത്തുന്ന മുസ്ലിങ്ങൾ മാത്രമല്ല എല്ലാ മതക്കാരും ചെയ്യാറുണ്ട്. പിന്നെ അമേരിക്കയിൽ മാത്രം എന്തിന് ഇങ്ങനെയുള്ള ആക്രമണങ്ങൾ നടത്തുന്നു, അല്ലെങ്കിൽ യൂറോപ്പിൽ മാത്രം ഇങ്ങനെയുള്ള ആക്രമണങ്ങൾ നടത്തുന്നു എന്നുള്ള ചോദ്യം പ്രസക്തമാണ്. ഈ പാശ്ചാത്യ രാജ്യത്ത്, യൂറോപ്പിലായാലും ഓസ്ട്രേലിയയിലായാലും അമേരിക്കയിലായാലും ജോലി ചെയ്യുന്ന ആളുകൾ, അവരിൽ ചിലർ എൻ്റെ സുഹൃത്തുക്കളാണ്. അപ്പോൾ അവരെന്നോട് പറഞ്ഞത് ഇവിടെയുള്ള ഇങ്ങനെയുള്ള കുറേ വൈറ്റ് സുപ്രീമസിസ്റ്റ്, ഇങ്ങനെ കുറേ തീവ്രവാദികളില്ല. ഇപ്പോൾ എല്ലായിടത്തും നല്ലതും ചീത്തയൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കഞ്ചാവൊക്കെ അടിച്ച് ആകെ കിറങ്ങി അല്ലെങ്കിൽ ജോലിക്കൊന്നും പോകാതെ പഠിക്കാതെ എല്ലാവരും എല്ലാ പ്രശ്നത്തിനും കാരണക്കാർ മറ്റുള്ളവരാണെന്ന് ചിന്തിക്കുന്ന കുറേ അലവലാദികളുണ്ട്. അപ്പോൾ ഈ അലവലാദികൾ വന്നിട്ട് ചിലരൊക്കെ ഇങ്ങനെ ദ്രോഹിക്കുകയും മാനസികമായിട്ട് തകർക്കുകയും ചെയ്യും. നിങ്ങൾ ഞങ്ങൾ ജോലി കളഞ്ഞു എന്നൊക്കെ ചിലപ്പോൾ മുസ്ലിങ്ങളോടൊക്കെ നീ തീവ്രവാദിയാണെന്നൊക്കെ ചിലപ്പോൾ പറഞ്ഞേക്കാം. അപ്പോൾ ഇവരൊക്കെ പെട്ടെന്ന് ഇതിനെതിരെ പ്രതിഷേധിക്കാൻ തയ്യാറാകും. അത് ഈ പ്രതിഷേധമൊക്കെ ചിലപ്പോൾ ഓരോരുത്തരുടെ മാനസികാവസ്ഥ വ്യത്യസ്തമായിരിക്കും. അപ്പോൾ ചിലർ വണ്ടി ഓടിച്ച് കയറ്റും. അപ്പോൾ ഇതിലേറ്റവും കൂടുതൽ പ്രശ്നം അനുഭവിക്കുന്നവരാണ്. ഇപ്പോൾ ഒരു മുസ്ലിം ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആ നാട്ടിലുള്ള അഭയാർത്ഥിയായിട്ട് പോകുന്ന മുസ്ലിമിനെയാണ് ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കും. അതൊന്നും മനസ്സിലാക്കാതെയാണ്. അപ്പോൾ ഇത് വെറും മതം അങ്ങനെയൊന്നുമല്ല. ഈ മതം പരസ്പരം തമ്മിലുള്ള ഗോത്രീയത, അവിടെയുള്ള ക്ലാഷുകൾ, ചിലരുടെ പെരുമാറ്റങ്ങൾ, ഇതൊക്കെ ഇതിനെ സ്വാധീനിക്കും. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഞാൻ ജയിലിൽ കിടന്ന ആളാണ്. അപ്പോൾ നമുക്ക് അറിയാം എന്തൊക്കെയാണ് ഈ കൊലപാതകത്തിലും അല്ലെങ്കിൽ ഈ പ്രശ്നങ്ങളിലേക്കൊക്കെ വഴിവെക്കുന്നത് എന്നൊക്കെ. ഒരുപാട് കാലം ഒരുപാട് രാജ്യക്കാരുമായിട്ട് താമസിച്ച് ജീവിച്ച ആളെന്ന നിലയിൽ എനിക്ക് ആ കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ ഒരു കാഴ്ചപ്പാടുണ്ട്. അപ്പോൾ നമ്മൾ അതാണ് മനസ്സിലാക്കേണ്ടത്. അതായത് ഇപ്പോൾ ഉസാമ ബിൻ ലാദൻ എന്തിനാ അമേരിക്ക ആക്രമിച്ചു? അമേരിക്ക മാത്രമാണ് ക്രിസ്ത്യ രാജ്യമുള്ളത്, വേറെ ഒരുപാട് രാജ്യങ്ങളില്ലേ? അപ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ പിറകിൽ, എന്തൊക്കെയാണ് ഇതിൻ്റെ രാഷ്ട്രീയം? വെറും മതം മാത്രമാണോ അല്ലെങ്കിൽ അതിന് പിന്നെ രാഷ്ട്രീയമുണ്ടോ എന്നൊക്കെയുള്ള ചിന്തിക്കാനുള്ള ബുദ്ധി നമ്മൾക്ക് വേണം. അത് മാത്രമല്ല, ഞാനെപ്പോഴും മതം വിമർശിക്കുമ്പോൾ എന്നെ ആളുകൾ മുമ്പ് കമ്പിക്കാദർ എന്നാണ് വിളിച്ചിരുന്നത്. കാരണം എനിക്ക് മുഹമ്മദ് നബിയുടെ ലൈംഗിക ചൂഷണം, ഇത് എനിക്കെന്തിനാണ് മുഹമ്മദ് നബിയെ സ്വഭാവത്തെ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നത്? കാരണം ഇസ്ലാമിനെ തകർക്കുക, ഇസ്ലാമിക ഗോത്രീയത തകർക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി മാത്രമാണ്.
അന്നും ഞാൻ ഫ്രീ തിങ്കേഴ്സ് ആ ഗ്രൂപ്പൊക്കെ ഞാൻ കാണുന്ന സമയത്ത് പലരും ഇന്നുള്ള പല ആളുകളും ഇസ്ലാമിന്റെ ഇങ്ങനെ ഈ ഭീകരതയും അതും ഒക്കെ എടുത്തു പറഞ്ഞിട്ട് മുസ്ലിങ്ങൾ എന്തോ ഭീകരവാദികളാണെന്നുള്ള രീതിയിലാണ് ഇവർ ഇത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടു. പക്ഷെ ഞാൻ അങ്ങനെയല്ല. എൻ്റെ നിങ്ങൾ പോസ്റ്റുകളും പുസ്തകങ്ങളും പഴയ സീറോ കേരള എന്നുള്ള ചാനലിലുള്ള വീഡിയോസൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ ലെവൽ ഈ വേറെ ഇതാണ്. കാരണം ഇത് മുഹമ്മദിനെ സ്വഭാവത്തിൽ ചെയ്യുക, മുഹമ്മദിനെ ഇല്ലാതാക്കി ഇസ്ലാമിനെ ആ രീതിയിൽ യുക്തിപരമായിട്ട് ചെയ്യുക എന്നല്ലാതെ ഒരു വിഭാഗത്തെ, പ്രത്യേക വിഭാഗത്തെ ഭീകരവാദികളൊക്കെ ആക്കിയിട്ട് ചിത്രീകരിച്ചു കഴിഞ്ഞാൽ അത് ആത്മഹത്യാപരമാണ്. അത് ആ രീതിയിൽ അങ്ങ് പോകും. ചില സമയത്തൊക്കെ നമ്മൾ പറയും, അത് വേറെ കാര്യം. നമ്മൾ വൈകാരികമായിട്ട് മനുഷ്യനാണ്, ചില സമയത്തൊക്കെ നമ്മൾക്ക് അങ്ങനെ പ്രതികരിക്കേണ്ടി. പക്ഷെ പൊതുവിൽ നമ്മൾ ആ ഒരു സമയത്ത് അങ്ങനെ പറഞ്ഞാലും അതിനെ ബാലൻസ് ചെയ്യാൻ അത് ചെയ്യണം. അത് ഞാൻ ചെയ്യാറുണ്ടെന്നാണ് തോന്നുന്നത്. അപ്പോൾ അങ്ങനെ ആയിരിക്കണം അതൊരു സംഗതി എന്ന് പറഞ്ഞു നിർത്തുകയാണ്. ഒരു പ്രത്യേക വിഭാഗത്തിൽ അല്ലെങ്കിൽ ചിലരെ മാത്രം ഇങ്ങനെ പൈശാചികവൽക്കരിച്ച് പോവുക അസാധ്യമാണ്. അതിന് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള വെറുപ്പ് ഫാക്ടറികളുടെ അല്ലെങ്കിൽ ക്രിസ്ത്യൻ മിഷണറിമാരുടെ സപ്പോർട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ കിട്ടുന്നുണ്ടാകാം. ഈ ക്രിസ്ത്യൻ മിഷണറിമാർ പറഞ്ഞപ്പോഴാണ് മിക്ക ഇസ്ലാമിക വിമർശകരുടെയും എൻ്റെ അടുത്ത് ഇപ്പോൾ എഴുതിയില്ല, ഞാൻ അതിനുള്ള 4-5 ക്രിസ്ത്യൻ വിമർശനമൊക്കെ ചെയ്ത പുസ്തകങ്ങളാണ് ഓടിപ്പോയി. അപ്പോൾ ഇവ പാസ്റ്റർമാരോ അല്ലെങ്കിൽ ഈ അവന്മാർക്ക് എന്താ പറയുക എനിക്കറിയില്ല, ഈ ഡെയിലി ഇവർക്ക് ഈ ക്രിസ്ത്യാനികൾക്ക് മതം പ്രചരിപ്പിക്കാൻ തന്നെ ജോലി ഉള്ള ആൾക്കാരുണ്ടെന്നാണ് പറയുന്നത്. അതിനെപ്പറ്റി ഞാൻ വേറൊരു വീഡിയോ. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളൊക്കെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് വീഡിയോ ചെയ്യുന്നത് വളരെ മോശമാണ്. അതൊരു ജീവനോപാധിയാക്കുന്നത് മോശമാണ് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ശരി.